ഉണ്ടാവും. പ്രവാചകനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുകയും ഇസ്ലാമിനെയും കുത്തിയ വ്യക്തിയാണ് ആര്? അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഉണ്ടല്ലോ. ആ അബൂലഹബ് നമുക്ക് ദേഷ്യമുള്ള ഒരാൾ ആക്സിഡൻ്റ് ആയി പറ്റിയ നമ്മളെന്താ പറയുക, നന്നായി ഓനെ എല്ലാം അത്രയല്ല രണ്ടെണ്ണം കൂടി വേണ്ടി എന്ന് പറയും. ഉറപ്പാണ്. നമുക്ക് ദേഷ്യമുള്ള ഒരാൾ നമ്മൾ പിന്നെ അയാൾക്ക് എന്തെങ്കിലും പറ്റിയ സന്തോഷമാണ് പ്രകടിപ്പിക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂലഹബ് മരിച്ച വാർത്ത കേൾക്കുമ്പോൾ കരയാണ്. ആ കരയാനുള്ള കാരണം പ്രവാചകൻ ജീവിക്കുന്ന ഇസ്ലാമിക കൾച്ചർ, ആദർശം, സ്വർഗത്തിൻ്റെ വഴി സ്വീകരിക്കാതെ അറിയാതെ അബൂലഹബ് പോയി. അബൂലഹബ് നാളെ എനിക്കെതിരെ സാക്ഷി പറയുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാട്ടിലുള്ളവർ നമുക്ക് എതിരെയും സാക്ഷിയാണ്, അനുകൂലവും സാക്ഷിയാണ്. അനുകൂലമായ സാക്ഷി അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. നമ്മൾ പഠിക്കുന്ന ക്യാമ്പസ്, നമ്മുടെ സ്കൂൾ, നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുപാട് ശിർക്കുണ്ട്, ഖുറാഫാത്തുണ്ട്, ഇസ്ലാമിക കൾച്ചറുകളെ തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്ലാമിനെ ഒരിക്കലും പരിഗണിക്കാത്ത സാഹചര്യമുണ്ട്. ലിബറലിസത്തിൻ്റെ ലോകമുണ്ട്, ലഹരിയുടെ അതിപ്രസരമുണ്ട്, സോഷ്യൽ മീഡിയ അതിപ്രസരമുണ്ട്, പലതിൻ്റെയും അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ നമ്മളുമായി ഇടപഴകുന്ന ആളുകൾ നമുക്കെതിരെ പറയുമോ എന്ന് ഭയപ്പാട് നമുക്കുണ്ടാകണം. ആ ഭയപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘടനയിൽ സ്ഥാനം ഉണ്ടായാലും ഇല്ലെങ്കിലും, പദവി ഉണ്ടായാലും ഇല്ലെങ്കിലും, MSMൻ്റെ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും, ISMൻ്റെ ഭാരമായാലും സെക്രട്ടറി ആയാലും പ്രസിഡൻ്റ് ആയാലും, ആരൊക്കെ എന്തൊക്കെ ആയാലും ആയിട്ടില്ലെങ്കിലും നമ്മൾ മുസ്ലിമായിട്ടാണോ ജീവിക്കണത്? നമ്മൾ നമ്മുടെ ദൗത്യം, നമ്മൾ മനസ്സിലാക്കിയ മാർഗം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആ ശ്രമമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. അതിന് നല്ലൊരു അവസരമാണ് ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ. അതിലൊന്ന് നമ്മളെ വെളിച്ചം, ഈ 18 നടക്കുന്ന വെളിച്ച സംഗമം. നിങ്ങളുടെ നാടുകളിലേക്ക് പോകണം. നിങ്ങളെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ഒറ്റക്ക വന്നിട്ടുണ്ടാകുക. നിങ്ങൾ ഒറ്റക്കാരൻ വന്നിട്ടുണ്ടാകുക. ആ ഒറ്റക്ക് വന്ന ആളായേക്കാം, പക്ഷേ നിങ്ങൾ അവിടുത്തെ ദൗത്യം നിർവഹിക്കണം. നിങ്ങൾ രണ്ടാളുണ്ടാവുക. ബസ് കൊണ്ടുവരിക എന്നുള്ളതല്ല, ഈ സന്ദേശം എത്തിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് വരും. അതിൻ്റെ എത്തിക്കേണ്ട ഭാഗമാണ് ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുക്കുക, ഒരാളോടൊന്ന് വിളിച്ച് പറയുക, കുടുംബത്തിൽ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സംഗതി നിങ്ങളുണ്ടാകണം കേട്ടോ എന്ന് പറയാം. അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കിയ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ്. MSMൻ്റെ സംസ്ഥാന സമ്മേളനം ഡിസംബറിൽ വരാണ്ട്, 55ാം വാർഷിക സമ്മേളനം. അതുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങൾ, പദ്ധതികളുണ്ട്. ISMുമായി ബന്ധപ്പെട്ടുണ്ട്. കേരള നേതൃത്വ മുജാഹിദീൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. ഇനി അതൊന്നും നടക്കണില്ലെങ്കിലും നമ്മൾ വ്യക്തിപരമായി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ ഇടപഴകിയ ആൾക്കാർ നമുക്ക് എതിരെ സാക്ഷിയാൻ പറ്റില്ല. എതിരെ സാക്ഷിയാൻ പറ്റാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ ഫുൾ ടൈം ഇടപഴകണം. ഇങ്ങോട്ട് അക്രമം ചെയ്ത ആളെ അങ്ങോട്ട് നമ്മൾ അഫ്വ് കൊടുക്കണമെന്നാണ്, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണമെന്നാണ്. ഇങ്ങോട്ട് നിങ്ങൾ അതിക്രമിച്ച ആൾക്ക് നിങ്ങൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണമെന്നല്ലേ? ആ വിട്ടുവീഴ്ച നമ്മൾ ചെയ്യൽ എന്തുകൊണ്ടാണ്? നാളെ പരലോകത്ത് നമ്മൾ അക്രമിയാവാതിരിക്കാനാണ്. അതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതം. നമ്മൾ അക്രമിയായി അള്ളാൻ്റെ മുമ്പിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇത്തരം ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനായ എൻ്റെ കയ്യിൽ തന്നത് പോവുകയാണ്. എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ സൂഫി സ്വലായി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? MSMൻ്റെ സംസ്ഥാന ഭാരവാഹി ഇവിടെ ഉണ്ട്, കാര്യദർശി. അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങളോട് സംസാരിക്കും. MSMൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ അലി ഉണ്ട്, നബീൽ സ്വലായി ഉണ്ട്, അങ്ങനെ പ്രസംഗിക്കാനുള്ളവർ വേറെ ഉണ്ട്. ഞാനേതായാലും സ്വല്പം ദീർഘമായ യാത്ര കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് ദീർഘമായൊരു യാത്ര ഇനിയും ചെയ്യാനുള്ളതാണ്. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ നമ്മളെന്ത് ചെയ്യണം? ഉൾക്കൊള്ളിക്കണം. കാസർഗോഡായി എന്നുള്ളതിൻ്റെ ഒരൊറ്റ പേരിൽ മാത്രം ഞാൻ എന്ത് ചെയ്തതാണ്? ഇതിങ്ങനെ ഒരു സംഗമം നടക്കുന്നു ഒരൊറ്റ കാരണം കൊണ്ട് വന്നു. വേറൊരു കാരണം എനിക്കൊന്നും വരാനില്ല. ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാണെന്നുള്ള മനസ്സിലങ്ങേറ്റത്തൊരാഗ്രഹം കൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ഇവിടെ ഉണ്ട് ജുമാക്ക്. പിന്നെ അവിടുന്ന് മെല്ലെ കയറി പത്തനംതിട്ട പോയി. പാലക്കാട് പോയിട്ടാണ് പത്തനംതിട്ട പോയത് കേട്ടോ. പത്തനംതിട്ടയിൽ നിന്ന് പിന്നെ ഈരാറ്റുപേട്ട പോയി, കോട്ടയം ജില്ല, ഇടുക്കിയിൽ മുണ്ടക്കയം വഴി. അങ്ങനെ അവിടുന്ന് ഇന്നലെ രാവിലെ എറണാകുളത്ത് പോയി. അവിടുന്ന് തൃശ്ശൂർ ജില്ലയിലെ
കൈപ്പങ്കലത്ത് പോയി അവിടുന്ന് തൃശ്ശൂർ പോയിട്ട് ഈ സാധുക്കൾ എനിക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലായിട്ട് ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ട്രെയിൻ യാത്ര ലഭിച്ചിട്ടാണ് എന്ത് ചെയ്തത് ഇവിടെ വന്ന് ഇറങ്ങിയത്. എനിക്ക് ഇനി തിരിച്ചിൻ്റെ നാട്ടിലേക്ക് പാലക്കാടേക്ക് തന്നെ പോകണം. നാളെ രാവിലെ മുതൽ 5 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ക്യാമ്പിലാണ് ഉള്ളത്. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ കാസർഗോഡാണ് ഇങ്ങനൊരു ക്യാമ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്താണ് ഞാൻ ഹൈ റിസ്ക്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കണമല്ലാണ്, 2 ഏറ്റെടുക്കുന്ന അതിൻ്റെ ഒരു ഫലം ഭാവിയിൽ വലുതായിട്ട് കാണുമെന്നുള്ളത്. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട്. അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ISMൻ്റെ ഭാരവാഹി ആയിരുന്നതും ഇസ്ലാമിക് സെമിനാറുകളെ പറ്റിയുള്ള വർത്തമാനം വന്നു. ഇസ്ലാമിക് സെമിനാറുകളെ പറ്റി വർത്തമാനം വന്നപ്പോൾ IS ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, IS കാസർഗോഡ് അങ്ങനെ ഉണ്ടല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പേരിൽ ഇപ്പോഴും പറയപ്പെടുന്നത്. അന്ന് നമ്മൾ ധൈര്യസമേതം സിറ്റിസൺ നഗറിലൊരു സെമിനാർ നടത്തിയിരുന്നു. സിറ്റിസൺ നഗറിൽ തന്നെ നടത്തിയ ഇസ്ലാമിക് ആ സിറ്റിസൺ നഗറിൽ നടത്തിയ ഇസ്ലാമിക് സെമിനാറിലെ പ്രബന്ധങ്ങൾ മുഴുവൻ നോട്ട് ചെയ്തൊരു IB ഉദ്യോഗസ്ഥനാണ്. ഒരു IB ഉദ്യോഗസ്ഥനാണ് ഞാൻ കണ്ടത്. അദ്ദേഹം ഇന്നും അത് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് നമ്മൾ കുറച്ച് ചില ചെയ്ത നയങ്ങൾ നമ്മളെ കുറേ സുരക്ഷിതാക്കിക്കണം. നമ്മളെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെയും സംരക്ഷിക്കാൻ അന്നത്തെ ISനെതിരെ നടത്തിയ ഒരു ഭീകരവിരുദ്ധ പ്രതിജ്ഞ ഉണ്ടായിരുന്നു, കുറ്റ്യാടിയിൽ വെച്ചുകൊണ്ട് ആണല്ലോ. നമ്മൾ ISനെതിരെ ആരെങ്കിലും ഒരാൾ മലയാളത്തിൽ പച്ചക്ക് ആദ്യം പറഞ്ഞത് തൃക്കരിപ്പൂർ വെച്ചിട്ട് നമ്മളാണ് ISMൻ്റെ വേനല നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് കുറേ പണികളുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് ദുനിയാവിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കല്യാണം നടക്കുന്നത്. ഒന്ന്, കല്യാണത്തിൻ്റെ പേരിൽ കുറേ ദുൽമ നടക്കണത്, ബർത്ത്ഡേൻ്റെ പേരിൽ കുറേ ദുൽമ നടക്കണത്. ശിർക്കും വിധേയത്തും കബർ തോട്ടമുള്ളതും നിങ്ങളിൽ തന്നെയാണ്. 40 അടിയൊക്കെ നിങ്ങളെല്ലാം കബറൊക്കെ ഉണ്ട് ഇവിടെ. ഒരു മനുഷ്യന് 6 അടി ഉണ്ടാകുക. അത് പോയോ? 80 ആയോ? അത് പോയോ? അത് കബർ പൊളിഞ്ഞോ? കബർ തോട്ടം പോയോ? ആ കബർ തോട്ടമൊക്കെ പോയത്ര. എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നാണ്. 40 അടി നീളം ചങ്ങായി ഒരു കബർ. ഞാനൂജൊക്കെ ഒരു 5.5 ഉണ്ടാവുകയെ, 5.25, 6ൻ്റെ താഴെ ഉണ്ടാവുക. 40 അടി പറഞ്ഞാൽ ഒന്ന് നോക്കി നോക്കുക, അത്ര വലിപ്പമുള്ള കബർ. ഇത് എന്തത്തെ സാധനം? അപ്പോൾ അയാളെങ്ങനെ നോക്കുക? അയാളെങ്ങനെ ടോയ്ലറ്റ് പോകുക? എങ്ങനെ ഇരിക്കങ്ങായി? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ആ ജാതി വൃത്തികേട് പ്രചരിപ്പിച്ചും വിശ്വസിക്കുന്ന തലമുറ ഉണ്ട് അവിടെ. ഞാനൂജും വെറും മൊബൈൽ ഗെയിമിൽ ഒതുങ്ങിയാൽ പോരാ. നമ്മൾ ബാർസലോണയും RCBയും MIയും മറ്റേ എന്താണ് RRും പിന്നെന്താണ് CSKയും പറഞ്ഞ അടികൂടിയ പോരാ. റയൽ മാഡ്രിഡും മെസ്സിയും മറ്റാളെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ 6 ബോഡിയും നോക്കി നിന്ന് പോരാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലുമിനാട്ടി കാണുമ്പോൾ കണ്ട് മറ്റേ വേറെന്താ തുൺമണ പോലെ, അല്ലെങ്കിൽ വേറെ പോരാ. നമുക്ക് വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളെ നിർവഹിക്കാനുള്ളൂ. കാരണം ഇവിടുന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് തെരഞ്ഞെടുത്ത് 24 മണിക്കൂർ നിങ്ങൾ ഈ ദൗത്യ നിർവഹണത്തിന് തന്നോനാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നാലെ ഇനി ആരും കൂട്ടില്ല. നിങ്ങൾ പ്രസിഡൻ്റാണോ സെക്രട്ടറി ആണോ വേറെന്തേലും ആണോ എന്നൊന്നും നോക്കണ്ട. നിങ്ങൾ മുസ്ലിമായി സ്വർഗം ഉറപ്പിക്കുക. ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ജീവിതത്തിൻ്റെ ഓരോ അതിൽ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. നിസ്കാരം ബാപ്പി മീൻ പറഞ്ഞിട്ട് നിസ്കരിച്ചുകൊണ്ടോ നമ്മൾ സ്വന്തം സ്ഥലക്കാരൻ ജമാഅത്തായിട്ട് പോകണം. ജമാഅത്ത് നിസ്കാരം ഒരളവും അതിലില്ല. സുബൈയൊന്നും ഒരളവും ഇല്ല. നമ്മൾ പോയേ പറ്റുള്ളൂ. 5 നേരത്തെ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത്. വ്യക്തി ജീവിതത്തിലും നോട്ടത്തിലും നടത്തത്തിലൊക്കെ ശ്രദ്ധിക്കണം. പെരുമാറ്റത്തിൽ, അന്യ സ്ത്രീകളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ, സോഷ്യൽ മീഡിയയിലുള്ള ഇടപഴകൽ ഒക്കെ മുസ്ലിമാണ്. കാരണം എപ്പോൾ മരിച്ചാലും മുസ്ലിമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ഒരുപാട് മരണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ പലരും ആക്സിഡൻറ്റുകളിലോ മരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം സുഹൃത്തുക്കളുടെ ജീവൻ തിരിച്ചിട്ടാൻ വേണ്ടി പല രൂപത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ടാവും. നമ്മളൊക്കെ മനസ്സ് വേദനിപ്പിച്ച മരണങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാടെണ്ണം നമ്മളതും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ പറ്റി ഓർക്കുക. അയാൾ എന്ത് നേടിയിട്ട് പോയി എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കും പ്രിയപ്പെട്ടവനായി ഭൂമിയിൽ പലരും ഉണ്ടാവും. അവരുടെ പ്രിയപ്പെട്ടവനായി നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉള്ളത്? യൗമല യംഫൗ മാലും വലാ ബനൂൻ. സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു ഉപകാരം ചെയ്യൂല. ഉപകാരം ചെയ്യാത്തൊരു ലോകം. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം. മുസ്ലിമായ സലീമായ സലാമത്തായ
മനസ്സുമായി അള്ളാനെ കണ്ടുമുട്ടിയവനൊഴികെന്നാണ് ഹൃദയം. ആ സലാമത്തിൻ്റെ ഹൃദയം മുസ്ലിമിൻ്റെ ഹൃദയമാണ്. നേരത്തെ പറഞ്ഞ പോലെ കപടതയിൽ നിന്നും, ഷിർക്കിൽ നിന്നും, ബിദ്അത്തിൽ നിന്നും, റിയായിൽ നിന്നും, കിബിറിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും ഒക്കെ ഒഴിവായി ഒരു ഇസ്ലാമിക കൾച്ചറിൻ്റെ ആളുകളായി മാറാൻ. ആർ യു റെഡി? സോ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എവരിവൺ വൺസ് അഗൈൻ. അപ്പോൾ തീരുമാനം എടുക്കണം. നിങ്ങളുടെ നാട്ടിലെ ഇസ്ലാഹിൻ്റെ വർക്കേഴ്സായി, പ്രവർത്തകരായി നിങ്ങൾ മാറുന്നുള്ളേ. എല്ലാവരും അവനവൻ്റെ 2 കൈയൊന്നും ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കാണിക്കും. ഒന്നും കൂടി എന്നിട്ട് താഴത്തേക്ക് കൊണ്ടുപോയി ഒന്നുകൂടി അങ്ങനെ 3 വട്ടം കാണിക്കുക. ഓരോരുത്തരും സ്വയം കാണിക്കുക. ഡ്രസ്സൊക്കെ കുറേ മാറ്റാണ്ട് കേട്ടോ. കാരണം ആണുങ്ങളെ ഡ്രസ്സ് പൊക്കിളിൻ്റെ അടിയിലാണ് നമ്മൾ ഔറത്ത് വരേണ്ടത്. പാൻറ്റൊക്കെ ഒരു പൊക്കിളിൻ്റെ അവിടെ നിന്ന് ഉണ്ടായിക്കോട്ടെ. അവൻ കൂടി പരിശോധിക്കാനാണ് ഞാനത് പൊക്കിയത്. ഓക്കെ. ഇനി പിന്നെ സൂഫി ഇമ്രാൻ സലാഹി ഇവിടെ ഉണ്ട്, പിന്നെ അലി സൽഫി ഇവിടെ ഉണ്ട്, സൈനുദ്ദീൻ സാഹിബ് ഇവിടെ ഉണ്ട്, നബീൽ സുലായി ഇവിടെ ഉണ്ട്, കാര്യപ്പെട്ട ജില്ലാ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് മുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അസ്സലാമു അലൈക്കും.